പറയുന്നത് കേൾക്കേണ്ടി വരും. നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിൽ ഒരു മൂന്നാം മന്ത്രിസഭ ഉണ്ടാക്കണം. എൻ ലാൽകുമാർ കൂടി ചേർന്നു. എൻ ലാൽകുമാർ എന്താണ് ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിനൊക്കെ അപ്പുറം, രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന അഭിഭാഷകൻ എന്നുള്ളത്, നിയമങ്ങളിൽ വിശ്വസിക്കുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്, ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് ഇന്നലെ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലം ലാൽകുമാറിന്റെ ചിന്തയിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? ലാൽ, ഹാഷ്മി, നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ചിലപ്പം ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും. അത് നമ്മളിൽ അവർ ഏൽപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. അവരുടെ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാൻ, ഈ സൊസൈറ്റിയുടെ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാൻ. സൊസൈറ്റിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസാണ്. ആ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാതെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം കയ്യിലിട്ട് നമ്മുടെ പണ്ട് ജസ്റ്റിസ് അൽത്തമാസ് കബീർ പറഞ്ഞതുപോലെ കേജ്ഡ് പാരറ്റാക്കി നിങ്ങൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കൂ, എത്ര ഡോമിനേഷനാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം എന്താണ്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചുകൊണ്ടിരുന്നൊരു മൗനം ഉണ്ടല്ലോ പല വിഷയത്തിലും. എന്നുവെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷന് ശബ്ദമുയർത്താൻ നരേന്ദ്രമോദിക്കെതിരെ ഭയമായിരുന്നു. അത്രത്തോളം ഭയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ. ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം ഭയമാണോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ സമൂഹത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, ശബ്ദമുയർത്താൻ പറ്റുന്നില്ലെങ്കിൽ, മാധ്യമങ്ങൾക്ക് ശബ്ദമുയർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അത് ജനാധിപത്യത്തിൻ്റെ അധപ്പതനമാണ്. അതൊരു ഡിസ്ഫങ്ഷണൽ ഡെമോക്രസി ആകുകയാണ്. സോ അങ്ങനെ ഡിസ്ഫങ്ഷണൽ ലൈനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവരെന്ത് തോന്നിവാസം കാണിക്കുക, എന്നിട്ട് വർഗീയത പറയുക, എന്നിട്ട് മുസ്ലിം അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി മത വിഭാഗങ്ങളെ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ചും സംസാരിക്കാതെ ഒരു ക്യാമ്പയിനിന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നോ? രാജ്യത്തെ ജനങ്ങൾ മണ്ടന്മാരാണെന്നോ? ഈ രാജ്യത്തെ ജനങ്ങൾ മണ്ടന്മാരല്ല. ഒരു തെറ്റ് ചെയ്ത ഇന്ദിരാഗാന്ധിയെ എടുത്ത് തോട്ടിലെറിഞ്ഞ ജനതയാണ് ഇന്ത്യൻ ജനത. ഓരോരുത്തരെയും ഇടതുപക്ഷത്തിനെ പണിഷ് ചെയ്തിട്ടില്ലേ? കോൺഗ്രസിനെ പണിഷ് ചെയ്തിട്ടില്ലേ? BJP പണിഷ് ചെയ്ത് നമ്മൾ പൊതുപ്രവർത്തകരെ പണിഷ് ചെയ്യുന്ന കാര്യത്തിൽ ജനങ്ങൾ ഒട്ടും മടിക്കില്ല. നമ്മൾ സ്നേഹിച്ചാൽ, നമ്മൾ അവരോട് കൂട്ടത്തിൽ നിന്നാൽ, അവർ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ നമ്മളെ അവർ അക്നോളജ് ചെയ്യുകയും അവർ നമുക്ക് വോട്ട് ചെയ്യാൻ മടിക്കത്തുമില്ല. 2014 നരേന്ദ്രമോദി വരുന്നത് വികസന രാഷ്ട്രീയം പറഞ്ഞാണ്. ആ വികസനം വേണം എന്നുള്ളത് കൊണ്ട് വികസനത്തിന് വോട്ട് ചെയ്തു. അന്ന് 2014 ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അഴിമതി സർക്കാരിനെതിരെയുള്ള വോട്ടാണെന്ന് നടന്നത്. അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരൻ ഹിന്ദുത്വവാദിയായ ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വോട്ട് ചെയ്തതല്ല. 2019 ഈ രാജ്യത്തിനൊരു ഗതികേട് വന്നപ്പം, പുൽവാമ എന്ന് പറയുന്ന ഒരു വിഷയം വന്നപ്പോൾ ഈ രാജ്യം ഒന്നിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ മാറ്റം ശരിയല്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനം കൂട്ടത്തിൽ നിന്നു, ഈ സർക്കാരിൻ്റെ കൂട്ടത്തിൽ നിന്നു. അപ്പം കാണിക്കുന്നത് എന്താ? ഈ പറഞ്ഞ ED അല്ലെങ്കിൽ കസ്റ്റംസ് ഇങ്ങനെയുള്ള ഏജൻസിയെ വിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരെ എല്ലാം ബുദ്ധിമുട്ടിലാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു PMLA ആക്ടിൻ്റെ ഒരു പ്രയോഗം ഞാൻ കേൾക്കുകയായിരുന്നു. ഞാനിത് പറഞ്ഞാൽ കഴിഞ്ഞാൽ പൂർണ്ണമായി നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കൂ, PMLA ആക്ടിലെ ഷെഡ്യൂളിനകത്ത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൻ്റെ ലോ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻവയോൺമെൻറ്റൽ ഡാമേജസ് വരുത്തുന്നു, അതിനകത്തൊരു വയലേഷൻ നമ്മൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് PMLA അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഔട്ട്ലേ മണി വേറെ ഏതെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിയമത്തെ ഏറ്റവും മോശമായി ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ഫാക്ടറി 10 ബോട്ടിൽ കൂടുതലുണ്ടാക്കിയാൽ അത് പ്രൊസീഡ്സ് ഓഫ് എ മണിയാന്ന് പറഞ്ഞ് കള്ളത്തരം കാണിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഏറ്റവും ആൾക്കാരെ സബ്മിസീവാക്കി മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് അണ്ടർലൈൻ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആ മുന്നിൽ പറഞ്ഞ കാര്യത്തിന് പൂർണ്ണതയിൽ ക്ലാരിറ്റി വരണമെന്നില്ല. ശ്രീ ലാൽകുമാർ, ഇവിടെ ഈ അയോധ്യ നോക്കൂ, 95% ഹൈന്ദവ സഹോദരന്മാരുള്ള മണ്ണാണ്. ആ അയോധ്യ എന്ന് പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയം സജീവ ചർച്ചയാകുമെന്ന് കരുതിയ നമ്മൾ ഇലക്ഷന് തൊട്ട് മുമ്പ് ആ ഹൈഫൈ ഇവന്റ് കണ്ട ആ മണ്ണാണ്. ആ മണ്ണിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് 56,000 ചെല്ലുവാനും ഭൂരിപക്ഷത്തിനാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ മുട്ടുകുത്തിച്ച് അവധേഷ് എന്ന് പറഞ്ഞ SP സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത്. എൻ ലാൽകുമാർ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഈസ് ബ്യൂട്ടിഫുൾ, ഒരു സംശയമില്ല. നോക്കൂ, ഞാനും ഹാഷ്മിയും തമ്മിൽ ഇരുന്ന ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക അല്ല പ്രധാനമന്ത്രിയുടെ ജോലി. അവിടുത്തെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺസിക്രേഷൻ സെറിമണി അത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടി അല്ല. പ്രൈം മിനിസ്റ്റർ ടെമ്പിൾ പണിയാൻ വേണ്ടി ഈ പറയുന്ന
സഹായങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. കാരണം എന്താ, സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നുകൊണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്താ, ഞാൻ അവിടുത്തെ ഈ അയോധ്യയിലെ രാമനെക്കാട്ടിലും വലിയ ആളായി മാറി നരേന്ദ്രമോദി അതിനകത്ത്, അല്ലേ? കയറി നിന്ന് പൂജയൊക്കെ അങ്ങ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് മുന്നോട്ട് നീങ്ങുക. എന്നിട്ട് അതിനകത്ത് കാണിക്കുന്ന കട്ട ഷോ, ഈ കട്ട ഷോ എന്നൊക്കെ ഒരു 10 ദിവസം മുമ്പ് വേറെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെയും പറയും, അതിനൊന്നും സംശയമില്ല. അപ്പോൾ ഈ പറയുന്ന കട്ട ഷോ കാണിച്ച് ഇതൊക്കെ, ഈ പ്രൊജക്ഷൻസ് ഒക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്. ഒരു കരിസ്മാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇത് കാണിക്കുക, അതല്ല ശക്തി പ്രകടനം. ഒരു നേതാവിൻ്റെ ശക്തി പ്രകടനമല്ല. 1915 ഇന്ത്യയിൽ വന്ന മഹാത്മാഗാന്ധി വസ്ത്രം ഉപേക്ഷിച്ച് ഈ രാജ്യത്തിൻ്റെ ജനതയുടെ മനസ്സിലേക്ക് പോയ ആളാണ്, അല്ലേ? ആ രാജ്യത്തിന്, ആ മനുഷ്യൻ്റെ പാരമ്പര്യമാണ് ഈ നാട്ടിനുള്ളത്. ആ പാരമ്പര്യത്തിലെ എല്ലാം കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ശക്തി പ്രകടനം, ആൾക്കാർക്ക് ഒരു മാലയ്ക്കകത്ത് ഒരു വലിയൊരു മാല വരുന്നു, നിങ്ങൾക്ക് ഇടുന്നു. രാജ്നാഥ് സിംഗ് അപ്പുറത്ത് നിന്ന് ഈ മാലയ്ക്കകത്തോട്ടൊന്ന് കയറാൻ നോക്കുക, നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് പേടിച്ചു. അപ്പം വെളിയോട്ടിറങ്ങുക. ആരാ ഇറങ്ങുന്നത്? ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഈ പറയുന്ന പ്രധാനമന്ത്രിയെ പേടിച്ച് വെളിയിലിറങ്ങുക. അപ്പം നിങ്ങൾ സാധാരണ ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കുക. പ്രതിരോധ മന്ത്രിക്ക് മിണ്ടാൻ പറ്റാതെ വെളിയിലിറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു രാജ്യത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ബ്യൂറോക്രാറ്റിൻ്റെയോ ഒരു വിസിൽ ബ്ലോവറുടെ സ്ഥിതി എന്താണ്? അപ്പം ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേറെ ഏതെങ്കിലും രൂപത്തിൽ പിടിക്കും. ഇപ്പോൾ പറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ PMLA ആക്ട് ഉപയോഗിച്ച് ശല്യപ്പെടുത്തും. അപ്പം അങ്ങനെയുള്ളതിന് ഒരു അറുതി വരുന്നതിന് എനിക്ക് 1% പോലും സംശയമില്ല എൻ്റെ മനസ്സിൽ ഈ പറയുന്ന കോയിലേഷൻ ഗവൺമെൻറ് നന്നാവും. ഈ രാജ്യം ഏറ്റവും നല്ലതായിട്ട് ഭരിച്ചിരിക്കുന്നത് കോയിലേഷൻ ഗവൺമെൻറ് ഉള്ളപ്പോഴാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. വാജ്പേയിയുടെ കാലത്താണെങ്കിലും അത് കഴിഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണെങ്കിലും ഈ രാജ്യത്തെ ഭരണം, നമുക്ക് അഴിമതികളെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശനം ഉന്നയിക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടാനും അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ആ തെറ്റ് ചെയ്തതിനനുസരിച്ച് ഇവരെ ശിക്ഷിക്കാനും പുറത്താക്കാനും ഒക്കെയുള്ള അക്കൗണ്ടബിലിറ്റി വരുന്നത് കോയിലേഷൻ ഗവൺമെൻറ്റിലാണ്. പക്ഷേ കുഴപ്പം എന്താ, ഇവിടുത്തെ ഈ പറയുന്ന 5-10 വർഷത്തെ മോഡിയുടെ ദുർഭരണത്തിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ 5 വർഷം കൂടെ നമുക്കറിയാൻ പറ്റുമെന്ന് സംശയമാണ്. കാര്യം എന്താ, ഇദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരാൾ അവിടെ അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായി അന്വേഷണം നടത്തിയാലേ ഈ അധമ രാഷ്ട്രീയം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഈ കൊയലേഷൻ ധർമ്മ എന്ന വാക്കൊക്കെ വാജ്പേയിക്ക് പരിചിതമായ വാക്കാണ്. അത് നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും തരത്തിൽ വഴങ്ങി വരുമോ എന്നൊക്കെ കാലക്രമത്തിൽ, ഇനി അവർ സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാലക്രമത്തിൽ അറിഞ്ഞു വരേണ്ട വാക്കാണ്. തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.